ബിറ്റ് കോയിൻ വേൾഡ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡിജിറ്റൽ കറൻസി. അപ്പോൾ നമുക്ക് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്. ബിറ്റ് കോയിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഗ്ലോബലി നമുക്ക് മണി സെൻഡ് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി, ട്രാൻസ്പെറൻസി, ഹൈ റിട്ടേൺ, ഹൈ CAGR ഇതുവരെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പോയിൻ്റാണ് ലിമിറ്റഡ് സപ്ലൈ. ഡിജിറ്റൽ ഗോൾഡ് തന്നെ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 21 മില്യൺ ആണ് ടോട്ടലായിട്ട് ബിറ്റ് കോയിൻ്റെ സപ്ലൈ ഉള്ളത്. അതിൻ്റെ അകത്ത് ഇതുവരെ 19 മില്യൺ അപ്രോക്സിമേറ്റ് ആയിട്ടാണെങ്കിൽ മൈൻ ചെയ്തു. ബാക്കി 1 മില്യൺ സംതിങ് ആണ് ഇൻ മൈൻ ചെയ്യാനുള്ളത്. അപ്പം ലിമിറ്റഡ് ആണ് സപ്ലൈ. അപ്പോൾ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ, റുപ്പി ഡിപ്രിസിയേഷൻ. അപ്പം നമുക്ക് ഗോൾഡ് റുപ്പി ഡിപ്രിസിയേഷൻ ആകുന്നതനുസരിച്ച് നമ്മൾ ഡോളറിൻ്റെ അപ്രീസിയേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് BTCയിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു 5% അല്ലെങ്കിൽ 10% വരെ മാക്സിമം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതാണ് മാക്സിമം നമ്മൾ സേഫ്. കാരണം ഇത് വളരെ വോളറ്റൈലാണ്, റിസ്കി അസറ്റാണ് ഇത്. നമുക്ക് ബൈ ചെയ്യുന്ന സമയത്ത് ബൈ ഓൺ ഡിപ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ബിറ്റ് കോയിൻ ബൈ ചെയ്യുന്നത്. അതാണ് ഏറ്റവും മാക്സിമൈസ് പ്രോഫിറ്റും അതുപോലെ തന്നെ റിസ്ക് കുറച്ച് എൻട്രി എടുക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ഓപ്പൺ ആക്കാം, KYC കംപ്ലീറ്റ് ചെയ്യാം, അതിനുശേഷം ബാങ്ക് കണക്ട് ചെയ്ത് നമുക്കൊരു 500 രൂപയ്ക്കാണെങ്കിൽ SIPs സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഒരു റാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കയറി പോകുന്നു, പാനിക് സെല്ലിങ് ഓർ ഇൻവെസ്റ്റിംഗ് പ്യൂർ സെക്യൂരിറ്റി. നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാക്ടിക്കലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.